ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ഇന്ന് തിരുവനന്തപുരത്ത് കെ.പി.സി.സി. ആസ്ഥാനം സന്ദർശിച്ചു. രാവിലെ 10 മണിയോടെ കെ.പി.സി.സി. ആസ്ഥാനത്തെത്തിയ സന്ദീപ് വാര്യരെ സംഘടനാ ചുമതലയുള്ള കെ.പി.സി. ജനറൽ സെക്രട്ടറി എം. ലിജു സ്വീകരിച്ചു. തുടർന്ന് എം. ലിജു സന്ദീപ് വാര്യരെ ഷാൾ അണിയിച്ചു. തീർത്തും ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ജനാധിപത്യ സ്വഭാവമുള്ള കോൺഗ്രസിലേക്ക് എത്തിയതിൽ താൻ അതീവ സന്തുഷ്ടനാണെന്ന് പിന്നാലെ സന്ദീപ് വാര്യർ പ്രതികരിച്ചു. കോൺഗ്രസിൽ തനിക്ക് ലഭിക്കുന്നത് വലിയ സ്വീകാര്യതയാണ്. കോൺഗ്രസിന്റെ കേരളത്തിലെ ആസ്ഥാനമായ കെ.പി.സി.സി. ആസ്ഥാനത്തെത്താൻ കഴിഞ്ഞതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. രാജ്യത്തെ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്നത് കോൺഗ്രസ് ആണ്. താൻ ഇതുവരെ ഏകാധിപത്യപരമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അവിടെ നിന്ന് താൻ പുറത്തു വന്നതിൽ അതീവ സന്തുഷ്ടനാണെന്നും ഇനിയും കോൺഗ്രസിന് വേണ്ടി താൻ അകമഴിഞ്ഞ് പ്രവർത്തിക്കുമെന്നും സന്ദീപ് വാര്യർ പിന്നാലെ പ്രതികരിക്കുകയും ചെയ്തു. ഡി.സി.സി. ഭാരവാഹികളും നിരവധി പ്രാദേശിക നേതാക്കളും സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ കെ.പി.സി.സി. ആസ്ഥാനത്ത് എത്തിയിരുന്നു. തിരുവനന്തപുരത്ത് വന്ന് കെ.പി.സി.സിയുടെ ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവനിൽ ഇന്ന് വരാൻ സാധിച്ചു. ബഹുമാനായിട്ടുള്ള കെ.പി.സി.സിയുടെ സംഘടനാ ചാർജുള്ള ജനറൽ സെക്രട്ടറി, എനിക്ക് നേരത്തെയും വലിയ ആത്മബന്ധമുള്ള പ്രിയപ്പെട്ട ലിജുവേട്ടൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എന്നെ സ്വീകരിച്ചു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. രാജ്യത്തിൻ്റെ ജനാധിപത്യ ക്രമത്തെ താങ്ങി നിർത്തുന്ന, രാജ്യത്തിൻ്റെ ഡെമോക്രസിയുടെ സേഫ്റ്റി വാൾവായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായതിനു ശേഷം ഞാൻ അനുഭവിക്കുന്ന വലിയ തോതിലുള്ള സന്തോഷവും വലിയ ഒരു സമാധാനവുമുണ്ട്. ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ പുറത്ത് വന്ന്, ഒരു എക്കോ സിസ്റ്റത്തിൻ്റെ പുറത്ത് വന്ന് വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറാൻ സാധിച്ചത് ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കേരളത്തിൻ്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഇന്ദിരാഭവൻ എന്ന ഈ ചരിത്ര പ്രാധാന്യമുള്ള കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്ന് ആദ്യമായി കടന്നു വരാൻ സാധിച്ചതിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ സന്തോഷവും ചാരിതാർത്ഥ്യവും കൂടി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാഹുൽ പാലക്കാട് MLA സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കണം രാവിലെ. അതിന് രാഹുലിൻ്റെ കൂടെ നിയമസഭയിലേക്ക് പോകണം. അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. അതിനുശേഷം AK ആൻ്റണി സാറിനെ കാണുന്നുണ്ട്, അനുഗ്രഹം തേടാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനുശേഷം വൈകിട്ട് സൂര്യ കൃഷ്ണമൂർത്തി സാറിൻ്റെ സൂര്യ ഫെസ്റ്റിവലിൽ ഇന്ന് സംസാരിക്കുന്നുണ്ട്.